ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മാത്സ് ഫെയറിനെ ഹൈസ്കൂൾ തലത്തിൽ ഉണ്ടാകുന്ന പ്യുവർ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ പ്യുവർ കൺസ്ട്രക്ഷൻ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്യുവർ കൺസ്ട്രക്ഷന് പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്യുവർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റൂളറും സ്കെയിലും മാത്രം ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് പ്യുവർ കൺസ്ട്രക്ഷൻ, അതായത് ശുദ്ധ നിർമ്മിതി. ഇവിടെ റൂളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർരേഖ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഉപകരണം. അതായത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്കെയിലിനെ ഇൻവിസിബിൾ ആക്കിയത് ഇങ്ങനെയാണ്, പെയിൻ്റ് അടിച്ചിട്ട്. ഇതിന് അളവുണ്ട്, അപ്പോൾ ഞാനിതിനെ പെയിൻ്റ് അടിച്ച് ഇൻവിസിബിൾ ആക്കി. അപ്പോൾ ഒരു ഉപകരണം, നേർരേഖ വരയ്ക്കാനുള്ള ഒരു ഉപകരണത്തെയാണ് ഇവിടെ റൂളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൂളറും കോമ്പസും മാത്രം ഉപയോഗിച്ച് നമ്മൾ വിവിധ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് ഈ പ്യുവർ കൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കളറോ അല്ലെങ്കിൽ പെന്നോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓൺലി പെൻസിൽ മാത്രം യൂസ് ചെയ്യുക. പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ രൂപങ്ങൾ വരച്ചെടുക്കുന്നത്. കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കൃത്യമായ അളവെടുത്ത് വരയ്ക്കുന്നതിനാൽ നമുക്ക് പോയിന്റ് അവിടെയാണ് ലഭിക്കുന്നത്. നമുക്ക് ഏതായാലും തുടങ്ങാം. ആദ്യം ഞാനിവിടെ അളവൊന്നും ഞാൻ എടുത്തിട്ടില്ല. വെറുതെ ഒരു നേർരേഖ ഇങ്ങനെ വരച്ചു കൊടുത്തു. പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു നേർരേഖ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ കോമ്പസിൽ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല. ഇഷ്ടമുള്ള പോലെ നമുക്ക് കുറച്ച് ഈ ഒരു വരയ്ക്ക് പകുതിയിൽ ഒരു കാൽഭാഗമായിട്ട് എടുക്കുക. ശേഷം വരയുടെ എവിടെ വേണമെങ്കിലും കുത്തും. ഞാനിവിടെ ഒരു മധ്യഭാഗം വെച്ചിട്ട് നോക്കുന്നില്ല. ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ശേഷം ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് വീഡിയോ കാണുന്നത് പോലെ നമ്മൾ വരച്ചാൽ മതി. ഇതുപോലെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് 2 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരിക. ഇവിടെ നമുക്ക് 3 പോയിന്റ് ലഭിച്ചു. ശേഷം ഈ പോയിന്റിൽ നിന്നും ഇവിടേക്കും വരഞ്ഞു കൊടുക്കുക. കണ്ടില്ലേ? ആ കിട്ടിയ 4 പോയിന്റിലെ 3 പോയിന്റിനെ ഞാൻ എ, ബി, സി എന്നിങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ എ, ബി, സി എന്നിങ്ങനെ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം ഈ ബിയിൽ നിന്ന് കുത്തനെ നമുക്കൊരു വര കിട്ടണം. അതിന് വേണ്ടിയിട്ട് കോമ്പസിൽ ഈ എ തൊട്ട് സി വരെയുള്ള മെഷർമെൻ്റ് എടുത്ത് അതിൻ്റെ പകുതി, എ തൊട്ട് സി വരെയുള്ളതിൽ പകുതിയിൽ കൂടുതൽ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ എ തൊട്ട് സി വരെയുള്ളതിൻ്റെ പകുതിയാണ് ഈ ബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിയുടെ പകുതിയിൽ കൂടുതൽ, ബിയിലേക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ഈ എയിൽ നിന്നും ആർക്ക് ഇങ്ങനെ വീശുക, പുറത്തേക്ക് ഇങ്ങനെ ആർക്ക് വീശി മുറിക്കുക. നമുക്കിവിടെ നേരെ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. ആ പോയിന്റിലേക്ക് നമ്മുടെ റൂളർ വെച്ചിട്ട് നേരെ കുത്തനെ ആ പോയിന്റിൽ കണക്കാക്കിയിട്ട് നീളത്തിൽ ഒരു വര വരച്ചു കൊടുക്കുക. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പെൻസിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ ഷാർപ്പായിരിക്കണം. അതായത് കോമ്പസൊക്കെ കുത്തുന്നതിനാൽ തന്നെ ഓട്ടയാവാനും പാടില്ല. ചാർട്ട് അതുകൊണ്ട് കട്ടിയുള്ളതായിരിക്കണം. അപ്പോൾ ചാർട്ടിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കുക. നമുക്ക് കിട്ടുന്ന ചിത്രം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ നേരേഖ വരച്ചു. ശേഷം കോമ്പസിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം കോമ്പസിലേക്ക് എടുത്ത് ബിയിൽ നിന്ന് ഈ നേർരേഖയിലേക്ക് ആ നീളം തന്നെ കോമ്പസിൽ ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ എയിൽ നിന്നും അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ അടയാളപ്പെടുത്തുക. ശേഷം നമ്മൾ ബിയിൽ നിന്ന് ഇട്ട പോയിന്റിൽ നിന്ന് എതിർവശത്തേക്കും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആർക്കുകൾ വരയ്ക്കുക. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ ആ പോയിന്റുകൾ നമുക്ക് യോജിപ്പിച്ച് വരക്കാം. അത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമചതുരമാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ അളവുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇവിടെ ഒരു സമചതുരം ലഭിച്ചു. സ്ക്വയർ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സമചതുരം, ഈ സ്ക്വയറിലെ ഈ ഓരോ പോയിന്റിനും നമ്മൾ ഇവിടെ സി, ഇവിടെ ഡി എന്ന ഓരോ പോയിന്റിനെയും നമ്മൾ പേര് എടുത്ത് വിളിച്ചു. പേര് എഴുതുന്നത് എന്ന് പറയുന്നത് നമുക്ക് പോയിന്റുകൾ തൊട്ട് വരയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പേരുകൾ അടയാളപ്പെടുത്തുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ഈ ഒരു സമചതുരത്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു നേർരേഖ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ ആവർത്തിക്കുകയാണ്. നേരത്തെ എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ് എടുത്തത്. ഇപ്രാവശ്യം നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം കോമ്പസിലെടുത്ത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഇത്രയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ഇത്രയും എടുത്ത് ഈ എയിൽ നിന്ന് ആർക്ക് ഇങ്ങനെ വരയ്ക്കുക.
ഇത് നമുക്കിവിടെ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. ആ പോയിന്റിൽ കൂടെ നേർങ്ങനെ ഒരു വരി ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ഈ ബിയിൽ കോമ്പസ് കുത്തി എയിലേക്കുള്ള ദൂരം തന്നെയാണ് എടുക്കേണ്ടത്. ഇതേ ബിയിൽ കോമ്പസ് കുത്തി നമ്മൾ എയിൽ നിന്ന് ഇങ്ങനെ മുഴുവനായ ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കൃത്യ അളവായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതേ ഇതാണ് കൃത്യമായിട്ട് വന്നത്. ഇങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്കിത് ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ശേഷം ഈ സിയിൽ നിന്ന് ബിയിലേക്ക് ഇതുപോലെ ഈ ഒരു സമചതുരത്തെ നമ്മൾ രണ്ടായി ഭാഗിക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ 2 പോയിന്റുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതേ ഇവിടെ ഒരു പോയിന്റ് ലഭിച്ചു, ഇവിടെ ഒരു പോയിന്റ് ലഭിച്ചു. ഈ ഒരു പോയിന്റിനെ നമ്മൾ 4 എന്നും ഈ ഒരു പോയിന്റിനെ 6 എന്നും വിളിച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ 4 നിന്ന് 6ലേക്കുള്ള ദൂരത്തിൻ്റെ പകുതി, അതിൻ്റെ മധ്യഭാഗം കണ്ടെത്തണം. അതിനുവേണ്ടി കോമ്പസ് തന്നെ എടുത്ത് 4ൽ കുത്തി പുറത്തേക്ക് ഒരു ആർക്ക് വീശുക. അത് എത്ര ഇത് വേണ്ടി എടുക്കാം കേട്ടോ. ഇത് 2 ഭാഗത്തേക്കും പുറത്തേക്ക് ആർക്ക് വീശുക. ഇവിടെ ജോയിന്റ് നമുക്ക് ലഭിക്കും. അത് നമ്മൾ യോജിപ്പിക്കുക. ആ കറക്റ്റ് പോയിന്റുകൾ എവിടെയാണോ ഉള്ളത് അത് നമ്മളിങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് മധ്യഭാഗം കിട്ടിയിട്ടുണ്ട്. 4ൻ്റെയും 6ൻ്റെയും കറക്റ്റ് മധ്യഭാഗം. അപ്പോൾ ഈ ഒരു പോയിന്റിന് നമ്മൾ 5 എന്ന് വിളിക്കും. ശേഷം ഈ 4ൽ നിന്ന് 5ലേക്കുള്ള ദൂരം കോമ്പസിലെടുക്കുക. ചാർട്ടിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ കോമ്പസ് ആവശ്യം വരും കേട്ടോ. അതെ, ഈ ഒരു മെഷർമെൻറ്റ് തന്നെ ഇവിടത്തേക്കും 5ൽ നിന്ന് 6ലേക്കും അതേ പോയിന്റ് തന്നെ ആയിരിക്കും വേണ്ടുന്നത്. അപ്പോൾ ആ 6 എന്ന പോയിന്റിൽ നിന്നും അതേ കോമ്പസിൻ്റെ അളവ് തന്നെ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര വേണ്ടെങ്കിലും ഇടാം കേട്ടോ. ചെറുങ്ങനെ ഒരു പോയിന്റ് വന്നാൽ മതി. ആ ഓരോ പോയിന്റിനും നമ്മൾ നമ്പർ നൽകുന്നുണ്ട്. 7, 8, 9, 10, 11, 12 എന്നിങ്ങനെ നമ്പർ നൽകി. ശേഷം ഈ 4 പോയിൻ്റാക്കി ഇവിടെ ഈ എ അതിൻ്റെ റൂളറാക്കിക്കൊണ്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. കറക്റ്റായിട്ട് ആ സർക്കിൾ നമുക്ക് ചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ മുകളിൽ കൂടെ ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സർക്കിൾ നമുക്ക് ആവശ്യമില്ല, എന്നാലും നമ്മൾ ആദ്യം അതിൻ്റെ ബേസായിട്ട് ചെയ്തതാണ്. ശേഷം 5 നമ്മൾ പോയിൻ്റാക്കി എടുക്കുക. എയിലേക്ക് പെൻസിൽ കൊണ്ടുവരിക. നമ്മൾ ഒരു സർക്കിൾ വീണ്ടും ഇതുപോലെ വരയ്ക്കുക. പിന്നീട് ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം കോമ്പസിലെടുത്ത് നമ്മൾ 5 പോയിൻ്റാക്കി വരച്ച സർക്കിൾ ഇങ്ങനെ, അപ്പോൾ അത് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എടുത്ത ദൂരം ഇങ്ങനെ സർക്കിളിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഇതുപോലെ സർക്കിൾ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ 360 ഡിഗ്രി വെച്ചിട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഹരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് നമുക്കിവിടെ പോയിന്റ് ലഭിക്കും. ആ പോയിന്റുകൾ നമ്മളിങ്ങനെ യോജിപ്പിച്ച് വരക്കുക. നമ്മളിത് ഇങ്ങനെ യോജിപ്പിച്ച് ഇങ്ങനെ വരക്കുക ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അളവൊന്നും എടുക്കാതെ ഒരു പഞ്ചഭുജം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇത് 1, 2, 3, 4, 5 വശങ്ങളിലുള്ള ഒരു ജ്യാമിതീയ രൂപം പഞ്ചഭുജം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റു അളവുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെയാണ് ഇത് വരച്ചിട്ടുള്ളത്. ഇനി 6 എന്ന പോയിന്റിൽ നിന്ന് എയിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തുക. നേരത്തെ ചെയ്ത അതേ രീതി തന്നെ ഇവിടെയും നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് വന്നു കേട്ടോ. ശേഷം ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം കോമ്പസിലെടുക്കുക. ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് അടയാളപ്പെടുത്തുക. 2, 3, 4, 5. കറക്റ്റ്. എന്നിട്ട് ഇത് നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളത് യോജിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 വശങ്ങളുള്ള ഷഡ്ഭുജം നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര പോയിന്റിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ചാർട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം.
ഏഴ് കൂടി ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എടുത്ത് കോമ്പസിലെടുത്ത് പോയിൻ്റ് ചെയ്ത് ഇവിടെ നമുക്ക് സപ്തഭുജം ലഭിച്ചു. അതുപോലെ 8-ൽ നിന്നും നമ്മൾ അങ്ങനെ തന്നെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അഷ്ടഭുജം ലഭിക്കുന്നു. അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ പോയിന്റ് വെച്ച് വരക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്യുവർ കൺസ്ട്രക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വരകളൊന്നും മാറിപ്പോകാൻ പാടില്ല. പിന്നെ നമ്മുടെ പിക്ചർ ഫുള്ളായിട്ട് മാറിപ്പോകും. അതുപോലെ പെൻസിൽ മാത്രം യൂസ് ചെയ്യുക, പെന്നോ ഒന്നും കളറോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കോമ്പസ് റൂളർ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.